കാലത്ത് ഇസ്ലാം മത വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാൽസ്രാമ്പികൾ ഇന്ന് ഓർമ്മകളായി മാറുന്നു. 100 വർഷത്തിനു മുകളിൽ പാരമ്പര്യമുള്ള കാൽസ്രാമ്പികളാണ് ആധുനിക സൗകര്യമുള്ള പള്ളികളുടെ കടന്നുവരവോടെ മറവിയിലേക്ക് വഴിമാറുന്നത്. മലബാറിൽ സ്രാമ്പികളെന്നും തെക്കൻ കേരളത്തിൽ തൈക്കാവെന്നും അറിയപ്പെടുന്ന ഇവയിൽ ചുരുക്കം മാത്രമാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. പള്ളികൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഭാഗം ചെയ്ത് കിട്ടിയവർ സംരക്ഷിക്കാത്തതും പുതിയ പള്ളികൾ വന്നപ്പോൾ ആളുകൾക്ക് താല്പര്യം കുറഞ്ഞതും എണ്ണം കുറയാൻ കാരണമായി. അഞ്ചു നേരം നമസ്കാരം നിർബന്ധമുള്ള വിശ്വാസികൾക്ക് പണ്ടുകാലത്ത് ജോലിക്കിടയിൽ ശരീരം വൃത്തിയാക്കി ദൂരെയുള്ള പള്ളികളിലേക്ക് എത്തുക എളുപ്പമായിരുന്നില്ല. അതിനു പരിഹാരമായിട്ടാണ് നെൽപ്പാടങ്ങളോടും കൃഷിയിടങ്ങളോടും ചേർന്ന് സ്രാമ്പികൾ പണി കഴിപ്പിച്ചത്. മിക്കവാറും ഒരു മുറിയുടെ വലിപ്പമാണ് ഇവയ്ക്കുണ്ടാവുക. നമസ്കാരത്തിനപ്പുറം ഇടവേളകളിലെ വിശ്രമത്തിനും നാട്ടിലുള്ളവർക്ക് ഒത്തുചേരുന്നതിനും ഇവ പങ്കുവഹിച്ചു. നാട്ടിലെ പ്രധാന കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഇടമായും ഇക്കൂട്ടത്തിൽ ചിലത് മാറി. സാവി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂഫി മഠങ്ങളിൽ നിന്നാണ് സ്രാമ്പി എന്ന പേരിന്റെ ഉറവിടം. പ്രാദേശിക വാമൊഴിക്കനുസരിച്ച് ചിലയിടങ്ങളിൽ സെറാമ്പി എന്നും പറയുന്നുണ്ട്. ഇവയിൽ തൂണുകളിൽ നിൽക്കുന്നവയാണ് കാൽസ്രാമ്പികൾ. കൃഷിയിടങ്ങൾക്കരികിലെ തോടുകളുടെയും നീർച്ചാലുകളുടെയും അടുത്താണ് ഇവയുണ്ടാക്കുക. കാലം മാറിയപ്പോൾ മരത്തൂണുകൾ സിമന്റ് തൂണുകൾക്ക് വഴിമാറുകയായിരുന്നു. വർഷങ്ങളോളം വെള്ളം കൊണ്ടാലും നശിക്കാത്ത മുള്ളുവേങ്ങയുടെ പലകകളിൽ തറയും ചുമരും ഉണ്ടാക്കുക. ഓടുകൊണ്ടുള്ള മേൽക്കൂരയും ഉണ്ടാകും. രാത്രികാലങ്ങളിലെ ആവശ്യങ്ങൾക്ക് ചിമ്മിണി ഉൾപ്പെടെ മണ്ണെണ്ണ വിളക്കുകളും ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നു. ജുമുഅ ഒഴികെയുള്ള നമസ്കാരങ്ങൾക്കായി നിർമ്മിക്കുന്ന കാൽസ്രാമ്പികളുടെ എണ്ണത്തെക്കുറിച്ച് ഔദ്യോഗിക കണക്കുകളില്ല. കേരളത്തിൽ കൂടുതൽ കാൽസ്രാമ്പികളുള്ള മലപ്പുറം ജില്ലയിലെ താഴേക്കോട്, താഴെപൂക്കാട്ടിരി, കോണോമ്പാറ, തുവ്വൂർ തുടങ്ങിയ ഇടങ്ങളിലായി 50ഓളം എണ്ണമുണ്ടെന്നാണ് കരുതുന്നത്.